ഇന്ന് നമുക്ക് ഫുൾ ചിക്കൻ ഓവൻ ഇല്ലാതെ കുക്കറിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 1 കിലോ ഉള്ള ഒരു ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 കഷ്ണം വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറോ അല്ലെങ്കിൽ സാധാരണ ചില്ലി പൗഡറോ എടുക്കാം, 1/2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, അതുകൂടാതെ 2 പച്ചമുളക്, ഉപ്പ് ഇവ ചേർത്ത് ഞാൻ അരച്ചെടുത്ത മിശ്രിതമാണിത്. ഇത് നമുക്ക് ഈ കോഴിയിലേക്ക് ഇട്ട് പുരട്ടി എടുക്കാം. കോഴി വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ കോഴിയിൽ ഞാനിങ്ങനെ വരഞ്ഞിട്ടുണ്ട്. അത് മസാല അങ്ങോട്ട് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പം മസാലയെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനി മിനിമം 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. അതിൽ കൂടുതൽ വെച്ചാൽ അത്രയും നല്ലത്. നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് മൂടി വെക്കാം. അങ്ങനെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണിത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വെച്ച് വേവിക്കാനായിട്ട് ഒരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കണം. ഈ തയ്യാറാക്കുന്ന ഫില്ലിങ് ഇറച്ചിയിൽ നിറച്ച് നമ്മളത് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായി നമ്മൾ വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, സബോള അരിഞ്ഞത്, ഒരു പുഴുങ്ങിയ മുട്ട, സ്വല്പം ഉപ്പ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. പാനിൽ എണ്ണ ഒഴിച്ച് അതിലേക്ക് സ്വല്പം ഗാർലിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗാർലിക് ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഒരു അരമുറി സബോള കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് പച്ചമുളകും ചേർത്ത് വഴറ്റാം. വഴണ്ട് വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ പച്ചമുളകും ഉപ്പും ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വീണ്ടും വഴറ്റിയെടുക്കുന്നു. നന്നായിട്ട് വഴണ്ട് വരുന്നുണ്ട്. സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇത് നന്നായിട്ട് വഴലാനുണ്ട്. വഴണ്ട് വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് സ്വല്പം ഗരം മസാലപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ തന്തൂരി മസാലപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ തന്തൂരി മസാല. ഇതാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടിരിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇട്ട് കൊടുക്കണം. നന്നായിട്ട് വഴലട്ടെ. വഴണ്ട് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇട്ട് കൊടുക്കണം. തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കും. നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് ഈ ഫില്ലിങ് ചിക്കനകത്തേക്ക് വെച്ച് കൊടുക്കണം. അതിനായിട്ട് ചിക്കൻ എടുത്തിട്ട് നമ്മൾ ആദ്യം കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുത്തു. എന്നിട്ട് അതിന് പുറമെ കോഴിമുട്ട പുഴുങ്ങിയത് വെച്ച് കൊടുത്തു. പിന്നെ വീണ്ടും കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കുക. വേണമെങ്കിൽ ഒരു കോഴിമുട്ടയും കൂടി വെക്കാം. ഞാൻ ഒരു കോഴിമുട്ടയും കൂടി വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ട് അടയ്ക്കണം. എല്ലാം എടുത്ത് വെച്ചിട്ട് കണ്ടോ, ഇതുപോലെ എല്ലാം ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ആ കോഴിയുടെ കാലൊന്ന് കെട്ടി വെക്കണേ. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് അടയ്ക്കണം. ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ നമുക്കതിപ്പം കുത്തി വെച്ചാൽ മതി. ഇതിപ്പോൾ ടൂത്ത് പിക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു നൂല് വെച്ച് കോഴിയുടെ 4 രട്ടും കൂടി കൂട്ടി കെട്ടി വെക്കുകയാണ്. കാരണം നമ്മളിത് വേവിക്കുമ്പോൾ അത് വിട്ടു പോരാതിരിക്കാനായിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ നന്നായിട്ട് കെട്ടി വെക്കുക. അത് നമ്മൾ ആ വേവിച്ച് നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് ആ നൂലെടുത്ത് കളഞ്ഞാൽ മതി. അങ്ങനെ ഇത് നമുക്കിനി കുക്കറിലോട്ട് മാറ്റാം.
ഉണ്ടോ, ഞാനിപ്പോൾ ഇത് കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം ഇല്ലെങ്കിൽ അത് അടിക്ക് പിടിക്കും. അതുകൊണ്ടാണ് കുക്കറിൻ്റെ അടി പിടിച്ച് കരിയാതിരിക്കാനായിട്ടാണ് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് കുക്കർ മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ ഇറച്ചി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. 2 വിസിലാണ് ഞാൻ അടുപ്പിച്ചത്. ഇറച്ചിയുടെ വേവ് അനുസരിച്ച് 1 or 2 വിസിൽ മതിയായിരിക്കും. ഇല്ലെങ്കിൽ ഒത്തിരി വെന്ത് പോകും. തുറന്ന് നോക്കാം കേട്ടോ. ഇതിപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വേവിക്കരുത്, ഇല്ലെങ്കിൽ വിട്ടുപോരും. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കണ്ടോ. അപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റി നമ്മൾ വെച്ചൊക്കെ നന്നായിട്ട് വെന്ത് ഇരിപ്പുണ്ട്. നമ്മളിങ്ങനെ വേവിച്ച് മാറ്റി കഴിഞ്ഞപ്പോൾ കണ്ടോ, കുക്കറിൻ്റെ അടിയിൽ സ്വല്പം വെള്ളം ഉണ്ട്. അത് സ്റ്റോക്കാണ്, ചിക്കൻ്റെ സ്റ്റോക്ക്. അത് കളയരുത്, അത് നമുക്കെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ നേരത്തെ ഫില്ലിംഗ് ഉണ്ടാക്കി ആ പാത്രത്തിലേക്ക് സ്വല്പം കൂടി എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ചിക്കൻ വെക്കുകയാണ്. ഈ ചിക്കൻ ഇതിനകത്തൊന്ന് എടുത്ത് ഫ്രൈ ചെയ്ത് എടുക്കണം. തിരിച്ച് മറച്ചുവിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. 2 വശവും നല്ലതുപോലെ ഫ്രൈ ചെയ്യണം. സൈഡൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്യണം. അപ്പോഴേ ഉള്ളൂ നമ്മുടെ ചിക്കൻ ബാക്കി ഇത് കുക്കാകാനുള്ളത് കുക്കാവുകയുള്ളൂ. തിരിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. സൈഡും ഒക്കെ നന്നായിട്ട് എടുക്കണം. സൂക്ഷിക്കണം, സൈഡല്ലാതെ ചെയ്യണം. ഇതുപോലെ നല്ലതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റണം. ചിക്കൻ വറുത്തെടുത്ത സെയിം എണ്ണയിലോട്ട് നമ്മൾ സബോളയും കറിവേപ്പിലയും ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിലോട്ട് നമ്മൾ സ്വല്പം മസാല കൂടി ചേർക്കണം. 1/4 ടീസ്പൂൺ മുളക് പൊടിയും സ്വല്പം ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി കൂടി ചേർക്കുന്നു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാല ഇടുമ്പം സ്വല്പം വെച്ചേ ഇടുന്നുള്ളൂ. കാരണം നമ്മളിത് 3 സ്റ്റെപ്പായിട്ടാണ് ചെയ്തെടുത്തത്. എല്ലാം കൂടി ആ മസാല കൂടിപ്പോവും, അതുകൊണ്ടാണ്. പിന്നെ നമുക്കിനി ഇതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ആദ്യം ചിക്കനിൽ മസാല പുരട്ടി വെച്ചിരുന്നു. പിന്നെ ഫില്ലിങ്ങിലാണെങ്കിലും നമ്മൾ മസാല ഇട്ടിരുന്നു. ഇപ്പോൾ ഗ്രേവിക്കായിട്ട് മസാല ഇടുന്നുണ്ട്. അതുകൊണ്ടാണ് മസാലയുടെ അളവ് ടാലി ചെയ്ത് പോകാൻ വേണ്ടിയാണ് കുറച്ച് വെച്ച് ഇടുന്നത്. ഇല്ലെങ്കിൽ ആകെ മൊത്തം കൂടിപ്പോകും. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇറച്ചി വേവിച്ച് കിട്ടിയ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് ഇതിനകത്ത് കിടന്ന് ഒന്ന് കുറുകി വരണം. നന്നായിട്ടൊന്ന് കുറുകട്ടെ. അത് കഴിയുമ്പോൾ നമ്മൾ ആ ഫുൾ ചിക്കൻ എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ അതിനകത്തേക്ക് ഇട്ടിട്ട് ചിക്കനിലേക്കൊക്കെ നന്നായിട്ട് പുരട്ടണം. ഇതുപോലെ ചിക്കനിലേക്കൊക്കെ നന്നായിട്ട് പുരട്ടിയിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് പുരട്ടിയെടുക്കണം. ഇനി തീ കുറച്ചിട്ട് ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇതിപ്പോൾ ഒരു ഡാർക്ക് ബ്രൗൺ കളറിലാണ് വരുന്നത്. ഇതിപ്പോൾ ലൈറ്റിൻ്റെ ഇതുകൊണ്ടാണ് ഇതിപ്പം റെഡിഷ് കളറായിട്ട് തോന്നുന്നത്. നമുക്ക് ഇതൊന്ന് സർവിങ് ഡിഷിലേക്ക് ഇനി മാറ്റാം. ഫുൾ ചിക്കൻ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കണം. വളരെ എമ്മിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മുടെ കുക്കറിലുള്ള ഫുൾ ചിക്കൻ റെഡി. താങ്ക് യു.